എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. മുട്ട രണ്ടും തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നുകിൽ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ നമ്മൾ കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ ചിലപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കും. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ടയും ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഇതിലേക്ക് ഒരു പകുതി സവാള വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നുള്ളു ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. പിന്നീട് ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ഓരോ ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ ആ ഒരു വലിപ്പത്തിൽ ഇതിൽ നിന്നും ബോൾസ് തയ്യാറാക്കി എടുത്ത് വയ്ക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും എടുത്ത് ഈ റവയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഈ രീതിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതായപ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. റവ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ റവ അതിൽ കോട്ട് ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകും. അതേപോലെ സ്നാക്ക് നന്നായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.